ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ BS6 മോഡൽ വണ്ടിയാണ്. ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എയർ ഫിൽറ്റർ, ക്ലച്ച് തുടങ്ങി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫുൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞേക്കണ കംപ്ലയിൻറ്റ്സ് പറഞ്ഞാൽ ഒന്ന് റൈറ്റ് സൈഡ് മിറർ പൊട്ടിയിട്ടുണ്ട്, അത് മാറ്റനസ് പറഞ്ഞിട്ടുണ്ട്. സീറ്റ് ലോക്ക് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല. പിന്നെ അതിൻ്റെ അടിയിൽ വരുന്നൊരു കവർ, അണ്ടർ കവർ ഡാമേജ് പൊസിഷൻ മാറി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയറിനെസ് പറഞ്ഞിട്ടുണ്ട്. ജനറൽ സർവീസ്, ഓയിൽ ചെക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡ് പിന്നെ ജോബ് കാർഡിൽ ലെഫ്റ്റ് സൈഡ് ചെക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താ സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല. ജോബ് കാർഡിൽ അങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് വണ്ടി ഓടിച്ചു നോക്കി, അതിന് ശേഷം വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം റീസെറ്റ് ചെയ്യാം. ലൈനർ ഉരഞ്ഞിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ക്ലച്ച് വീൽ ഹബിൻ്റെ ഭാഗത്ത് ഉണ്ട് അത്യാവശ്യം. അപ്പോൾ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീനൊക്കെ ആക്കി റീസെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ എൻ്റെ ബാക്കിലത്തെ ടയർ ഫുള്ള് തീർന്നേക്കണതാണ് കേട്ടോ. നിലവിൽ ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഈ ലൈനാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്ക് എന്ന് പറയുന്നത്. അവിടെ അത് ഈ സൈഡിൽ കൊടുക്കും. അത് ടയർ വെയർ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു മാർക്കാണ് വരാം. അത് സെൻറ്ററിലേക്ക് വരുമ്പോൾ ആ ലൈനോട് എത്തിക്കഴിഞ്ഞാൽ മാറ്റിക്കളയണം എന്നുള്ളതാണ് ശരിക്കും. അതാണ് ശരിക്കും എൻ്റെ റൈറ്റ് മെത്തേഡ്. ഇതിപ്പോൾ ചില ഭാഗങ്ങളിൽ ടയർ തീർന്നിട്ട് ഈ ലൈനൊക്കെ മാഞ്ഞു ഒടുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ടയറിൻ്റെ കണ്ടീഷൻ മോശമായിട്ടുണ്ട്. മാറേണ്ട ഒരു പീരീഡാണ്. നമ്മൾ മാറ്റിയിടുന്ന സമയത്ത് ഇതേപോലത്തെ ടയർ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഈ കൂടുതൽ കട്ടയുള്ള മോഡലൊന്നും കയറ്റിയിടാതിരിക്കുക. സെയിം ഇതേ ഡിസൈൻ തന്നെ നോക്കിയിട്ട് ഇടാം. കാരണം MRF ആയാലും ശരി, അപ്പോളോ, CT ഏത് ടയർ യൂസ് ചെയ്താലും നമുക്ക് ഈ പാറ്റേൺ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കടകളിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പല കട്ടയുള്ള മോഡലൊക്കെ പിടിപ്പിക്കാനായിട്ട് നോക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്കത് ഓടിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നീട് വണ്ടി വെട്ടൽ പാളിച്ചൊക്കെ ആയിട്ട് വണ്ടി വീണ്ടും റിപ്പയറൊക്കെ ആയിട്ട് കയറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പൈസയിലൊന്നും വലിയ വേരിയേഷൻ ഉണ്ടാവില്ല. ഏകദേശം ഒരു 100-150 രൂപയൊക്കെ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ നല്ല ടയർ കിട്ടും, ഈ മോഡൽ ടയർ കിട്ടും. അതൊന്ന് നോക്കിക്കോളാം. സ്വാഭാവികമായിട്ടും കട്ട കൂടിയതായിരിക്കും നമ്മുടെ അടുത്ത് അവർ പറയുന്നത്. അത് എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നോക്കുമ്പോൾ പുതിയ ഫിൽറ്ററാണ്. ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണം, ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ക്ലച്ചിനകത്ത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ക്ലച്ച് ബെൽറ്റൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എയറടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കിയിരുന്നു. ബെൽറ്റൊക്കെ കമ്പനി ബെൽറ്റ് കിടക്കുന്നത് പൊട്ടലോ കാര്യങ്ങളൊന്നും ആയിട്ടൊന്നുമില്ല, വേറെ പ്രോബ്ലം ഒന്നുമില്ല. കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം. ക്ലച്ചിൻ്റെ പൊടി, ക്ലച്ച് വർക്ക് ചെയ്യുന്ന പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അത്യാവശ്യം. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം. ഇതതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റ് CVT ക്ലച്ചിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എയറടിച്ച് ക്ലീൻ ആക്കിയാൽ മതി. തേയ്മാനമൊന്നും നിലവിൽ കുഴപ്പമൊന്നുമില്ല. ക്ലച്ച് വെയിറ്റ് സെറ്റാണ് ഈ ഇരിക്കുന്നത്. അത് നമ്മൾ ടൈറ്റ് കണ്ടത്, അതായത് ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ടൈറ്റ് പോലെ നമുക്ക് തോന്നിയത് കൊണ്ട് നമ്മൾ അഴിച്ചതാണ്. അതായത് ഈ ഭാഗത്തൊക്കെ ഈ കാണുന്നത് തുരുമ്പിൻ്റെ പ്രസൻസാണ്. അപ്പോൾ നമ്മൾ എന്തായാലും 10,000 കിലോമീറ്റർ നമ്മൾ ചെയ്യേണ്ട വർക്കാണ്. അപ്പോൾ കൂട്ടത്തേക്ക് നമ്മളത് അഴിച്ച് ഫുള്ളായിട്ട് ഗ്രീസിങ് നടത്തി റീസെറ്റ് ആകുന്നുണ്ട്. ക്ലച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ CVT ക്ലച്ചിന് ഈ ഭാഗത്ത് ഓയിലോ കാര്യങ്ങളൊന്നും വന്നില്ല. നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ഗ്രീസിങ് ആണ് നടത്തേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ സർവീസിലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. ചെറിയൊരു ഡൗട്ട് അടിച്ചാൽ പോലും നമ്മൾ ഭാഗം അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് പോലെയാണ് പതിവ്. അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ് കൂട്ടത്തേക്ക് നമ്മൾ ചെയ്ത് വിടുന്നത്. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ ആക്സിലേറ്റർ കേബിളിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ആക്സിലേറ്റർ കേബിളൊന്നും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഫ്രീ പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ ബാറ്ററി നമുക്ക് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്, ആംറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കണേ. വണ്ടി വന്നപ്പോൾ വണ്ടിയുമ്പോൾ വന്നേക്കുന്ന ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ കണ്ടീഷൻ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. നിലവിൽ അതിൻ്റെ വോൾട്ട് കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ 12.99 റേഞ്ചിൽ വോൾട്ട് കിട്ടുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് വിട്ടിട്ടുണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് വിടുമ്പോഴും ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോഴത്തെ ബാറ്ററിയുടെ സ്റ്റാറ്റസ് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ റൈറ്റ് സൈഡ് മിററിൻ്റെ കേസ് പറഞ്ഞാൽ പൊട്ടിയിരിക്കണേ, അത് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് മാറ്റി പുതിയതേക്കുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗവും നമ്മൾ അഴിക്കും. ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ച് നിർത്തിയാണ്. അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ച് ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ നോക്കും. അതേപോലെ തന്നെ സ്വിച്ച് ഐറ്റംസൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അതേപോലെ നമുക്ക് അതിൻ്റെ ഈ ഇൻഡിക്കേറ്റർ 2 സൈഡ് ബൾബും നമുക്ക് കംപ്ലൈൻ്റ് ആണ്. 2 ബൾബും പോയേക്കണുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ ഈ സൈഡിലത്തെ കവറാണ് ഇങ്ങോട്ട് ജസ്റ്റ് അതിൻ്റെ ലോക്കിൽ നിന്ന് ചാടിയിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അതേപോലെ തന്നെ അഴിച്ച് റീസെറ്റ് ചെയ്ത് ക്ലിയർ ആക്കണമുണ്ട് കേട്ടോ. വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. നിലവിൽ ജസ്റ്റ് അതിൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ആയതാണ്. അത് നമ്മൾ റീസെറ്റാക്കി അതേ രീതിയിൽ തന്നെ നല്ല അർത്ഥം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേ കേട്ടോ. ഇതിൽ വണ്ടി നാളത്തേക്ക് ആവുള്ളൂ. അവർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചോളാം.
ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. വീഡിയോ കാണുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തിട്ടേരെ. ഇനിയിപ്പോൾ എന്തായാലും നാളെയാണ് വർക്ക് സ്റ്റാർട്ട്, ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞേരെ. ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇട്ടേക്കാം, എസ്റ്റിമേറ്റ് അടക്കം. അതേപോലെ ടയർ എന്തെങ്കിലും കൂട്ടത്തിൽ ഇപ്പോൾ നമ്മൾ മാറ്റാനായിട്ട് ഉദ്ദേശിക്കേണ്ടി അതിൻ്റെ കൂടി ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. കാരണം നമുക്ക് MRF-ൻ്റെ ആയാലും അപ്പോളിൻ്റെ അല്ലേ ഏത് ടയർ വേണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നോക്കിയിട്ട് MRF-ൻ്റെ വേണമെങ്കിൽ നമുക്ക് അത് അറേഞ്ച് ചെയ്യാവുന്നതുള്ളൂ. നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ.